ബാക്ക് ടു നാറ്റമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റമിയുടെ മറ്റൊരു എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിലെ പ്രധാനപ്പെട്ട അവസാന ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അല്ലെ. നമ്മൾ എല്ലാ ദിവസവും നാറ്റമി എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും യൂണിവേഴ്സിലെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ SSLC ആയിക്കോട്ടെ എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് നാറ്റമിയിലൂടെ ലഭിക്കുന്നുണ്ട്. അത് രാത്രി ക്ലാസ്സുകൾ 7 മണി മുതൽ 9 വരെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പുലർച്ചെ ഈ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന്റെ സെഷനുകളും ആണ് നിങ്ങൾക്ക് ഈ നാറ്റമിയിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്യുക, ഇത് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പോലെ തന്നെ അവരെന്ത് ചെയ്യട്ടെ, കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് കമ്പ്യൂട്ടിംഗിന്റെ അവസാന ഭാഗത്തെ കുറച്ച് ചാപ്റ്ററുകളാണ്. സോ നമുക്ക് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിലെ നമുക്ക് 15 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ എല്ലാത്തിനും നമുക്ക് എന്ത് വരുന്നില്ല, ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ചാപ്റ്ററുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏത് രൂപത്തിൽ വരാം എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല. ബട്ട് ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് കാണിച്ചിട്ടുള്ളത് മീൻസ് വരാറില്ല എന്ന് പറഞ്ഞത് നമുക്ക് ചില സമയങ്ങളിൽ വരാറുണ്ട് കേട്ടോ. മീൻസ് ഞാൻ പ്രോബിലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൽ 4 മാർക്കിന്റെ കാര്യമായിരിക്കും നിങ്ങൾക്ക് ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് മീൻസ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അർത്ഥം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിതിൽ ചർച്ച ചെയ്യുന്ന ക്ലാസ്സുകൾ ചാപ്റ്ററുകൾ 8th ചാപ്റ്റർ, 10th ചാപ്റ്റർ, 11th ചാപ്റ്റർ, 12th ആൻഡ് 5th ചാപ്റ്ററുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഈ 5 ചാപ്റ്ററുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കാം ഏതൊക്കെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററെല്ലാം മിക്സ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലത്തെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു PPT എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാം. ഓക്കെ, നിങ്ങൾ നമ്മുടെ നാഷണൽ അക്കാദമി ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറുകൾ കാണാം. സോ നിങ്ങൾക്ക് ഇതിന്റെ PPT നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. മാത്രമല്ല അതിന് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും നിങ്ങൾക്ക് അക്കാദമി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IM. IM എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ് അല്ലെ? IM നമ്മൾ കേട്ടത് എന്താണ്? IM സ്റ്റാൻഡ്സ് ഫോർ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IM എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. IM എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ സ്ക്രീൻ റീഡർ. ഒരു സ്ക്രീൻ റീഡറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ് അല്ലെ? നമ്മൾ 12th ചാപ്റ്ററിൽ നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജിയിൽ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ സ്ക്രീൻ റീഡറുകളെ കുറിച്ച്. സ്ക്രീൻ റീഡർ എന്താ ചെയ്യുന്നത്? സ്ക്രീൻ റീഡർ റീഡ്സ് അലൗഡ് ദ ടെക്സ്റ്റ് ഡിസ്പ്ലേ ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഓക്കെ, അതായത് ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ ലൗഡ് ചെയ്ത് വായിക്കുകയാണ് അല്ലെ, ഉറക്കിനെ വായിച്ചു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് പ്രൈമറിലി യൂസ്ഡ് ബൈ ബ്ലൈൻഡ് ഓർ വിഷ്വലി ഇംപയർഡ് പീപ്പിൾ. ഇതാണ് ഉപയോഗിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിഷ്വലി കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ മതി, സ്ക്രീൻ റീഡർ റീഡ്സ് അലൗഡ് ദ ടെക്സ്റ്റ് ഡിസ്പ്ലേ ഓൺ കമ്പ്യൂട്ടർ. അത് ഇത് വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, അതിന്റെ താഴെ നിങ്ങൾക്ക് എഴുതുന്ന എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഫയർവാൾ. ഒരു ഫയർവാൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫയർവാളിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫയർവാൾ മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ എ പ്രീ ഡിറ്റർമൈൻഡ് സെക്യൂരിറ്റി റൂൾസ്. അതായത് ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ചില സെക്യൂരിറ്റി റൂൾ പ്രകാരം നമ്മളുടെ സിസ്റ്റത്തിലോട്ട് വരികയും പോവുകയും ചെയ്യുന്ന നെറ്റ്വർക്ക് ട്രാഫിക്കുകളെ അല്ലെ, നെറ്റ്വർക്കുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൽ വല്ല വൈറസുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ ഫയർവാൾ എന്ത് ചെയ്യുന്നുണ്ട്, തടുക്കുന്നുണ്ട് എന്ന് നമുക്കതിനെ പറയാം. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ ചെയ്താട്ടോ ആ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാവണം അല്ലേ. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4th വൺ, നെയിം any 2 e-സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് ഏതെങ്കിലും 2 e-സർവീസ് ചെയ്താൽ ഓക്കെ, ഏതെങ്കിലും എഴുതി നിങ്ങൾക്ക് മൈൻഡിൽ അപ്പോൾ വരുന്ന e-സർവീസ് ഏതാണോ അത് ഏത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കൊടുത്തത് ഈ 2 e-സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റ് പാസ്പോർട്ട് സേവ ആൻഡ് ഡിജി ലോക്കർ. രണ്ടും നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് പാസ്പോർട്ട് സേവയും ഡിജി ലോക്കർ അല്ലേ. അതുപോലെ തന്നെ വേറെ ഒരുപാട് നമുക്ക് ഡിജിറ്റൽ ലൈബ്രറീസ് ഒരുപാടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിജി ലോക്കർ. ഇനി ഡിജി ലോക്കറിന്റെ റോൾ എന്താണ് ഡിജി ലോക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. എന്താണ് ഡിജി ലോക്കർ അലൗസ് യൂസർ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഇൻ എ ഡിജിറ്റൽ ഫോർമാറ്റ്. അതായത് ഒരു നമ്മുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഡിജി ലോക്കറിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ ദ ടേം e-waste. e-waste എന്ന് പറഞ്ഞാൽ എന്താണ്? e-waste ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് വേസ്റ്റുകൾ എന്ന് നമുക്ക് അതിനെ പറയാം. അപ്പോൾ e-waste എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e-waste refers to discarded electronic appliances such as mobile phones, computers and television. അല്ലേ, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സിൽ കേടുപാടുന്ന ഇലക്ട്രോണിക്സ് എന്ത് ചെയ്യും, നമ്മൾ ഒഴിവാക്കും. അത്തരം സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, e-wasteകൾ എന്ന് വിളിക്കുന്നത്. Next, what does the abbreviation of ALD stands for?
അബ്രീവിയേഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് അബ്രീവിയേഷൻ എന്ന് പറയുന്ന ഈ വാക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശം? അത് ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദ അബ്രീവിയേഷൻ ILD സ്റ്റാൻഡ്സ് ഫോർ? അബ്രീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോർട്ട് ഫോം ആക്കി പറയുന്നതിനെയാണ് നമ്മൾ അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അബ്രീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ILD എന്ന് പറയുന്നത് എന്താണ്? അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസിനാണ് നമ്മൾ ALD എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ 12th ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ, അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ബ്രൈലി ട്രാൻസ്ലേറ്റർ? ഒരു ബ്രൈലി ട്രാൻസ്ലേറ്റർ പ്രൈമറി ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ബ്രൈലി ട്രാൻസ്ലേറ്റർ കൺവേർട്ട് ടെക്സ്റ്റ് ഇൻ ടു ബ്രൈലി. അപ്പൊ ബ്രൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രൈലി ലാംഗ്വേജ് എന്ന് പറയുന്നത് കാഴ്ച കാണാത്ത ആളുകൾക്ക് വായിക്കാനുള്ള അവർക്കുള്ള ലാംഗ്വേജ് ആണ് എന്ത്? ബ്രൈലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡോട്ടുകളാണ് ഉണ്ടായിരിക്കും. അവർ ഡോട്ടുകളൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? അവർ വായിക്കാം. അപ്പോൾ ഈ ബ്രൈലി ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യാണ്? ഈ ടെക്സ്റ്റിനെ, ഒരു നോർമൽ ടെക്സ്റ്റിനെ ബ്രൈലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബ്രൈലി ട്രാൻസ്ലേറ്റർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സർവീസ് ഫോർ സെൻഡിങ് മെസ്സേജസ് വിത്ത് ഇന്റർനെറ്റ്? അല്ലെ, ഏറ്റവും ഇന്റർനെറ്റിലൂടെ മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത്. ഇപ്പൊ ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യം വന്നിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഇമെയിൽ ആണ് അല്ലെ, ഇലക്ട്രോണിക് മെയിൽ ആണ്. സോ അത് തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, നെയിം എനി 2 ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ്. നമ്മളോട് ഏതെങ്കിലും 2 ഡിസബിലിറ്റീസ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ മെന്റൽ ഡിസബിലിറ്റീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും 2 എഴുതി കൊടുത്താൽ മതി. സോ നമുക്ക് ജസ്റ്റ് ആൻസർ എന്തൊക്കെയുണ്ട്? ഒന്ന് ബ്ലൈൻഡ്നെസ് ഉണ്ട്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട്. ഈ 2 നമുക്ക് എഴുതാം അല്ലെ. അതുപോലെ നമുക്ക് ഡിസ്ലെക്സി ഉണ്ട്, ഡിസ്പ്രാക്സി ഉണ്ട് അല്ലെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും 2 എഴുതി കൊടുത്താൽ മതി. നമുക്ക് ആ മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. നെക്സ്റ്റ്, വാട്ട് ഡസ് സ്കൈപ്പ് പ്രൈമറിലി ഫെസിലിറ്റേറ്റ്? അത് സ്കൈപ്പ് എന്ന് പറയുന്നതിന്റെ പ്രൈമറി ഉപയോഗം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ സ്കൈപ്പ് എന്ത് ചെയ്യുന്നത്? പൊതുവെ വീഡിയോ കോൺഫറൻസിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, 12th ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എ കോമൺ ടൂൾ യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ലോ വിഷൻ ടു റീഡ് ടെക്സ്റ്റ്. അപ്പോൾ കാഴ്ചക്കുറവുള്ള ആളുകൾ ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമൺ ടൂൾ, സാധാരണ ടൂൾ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്? എ കോമൺ ടൂൾ ഈസ് എ മാഗ്നിഫയർ ആണ് അല്ലെ. ലെൻസുകളാണ് എന്ത് ചെയ്യാറുള്ളത്? പൊതുവെ കാഴ്ചക്കുറവുള്ള ആളുകൾ ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം? മലയാളത്തിൽ എഴുതി വെക്കാം അല്ലെ. ലെൻസ് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത്. കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലെൻസാണ് അല്ലെ. ആ രൂപത്തിലേക്ക് എഴുതി വെക്കാം. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ രൂപത്തിൽ ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സെൻഡ് ആൻ ഇമെയിൽ? ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് കട്ട് കീ, ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്ന കാര്യമാണ് ചോദിക്കുന്നത്. മീൻസ് ഇമെയിൽ ഉണ്ടാക്കുന്നതല്ല, ഇമെയിൽ സെൻഡ് ചെയ്യാനാണ്. മീൻസ് എല്ലാം എഴുതി കഴിഞ്ഞു, അതിനൊരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് സെൻഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Ctrl+ എന്ത് ചെയ്താൽ മതി? എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് എന്താവും? സെൻഡ് ആയിക്കോളും. ആ ഒരു ഓപ്ഷൻ ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ചാറ്റിൽ പറയുന്നുണ്ട്. സോ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്യൂർ പാസ്വേഡ് പ്രാക്ടീസ്? അതായത് ഒരു സെക്യൂർഡ് പാസ്വേഡ് പ്രാക്ടീസിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്, ഉദാഹരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൂടെ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന്റെ പാസ്വേഡ്. അതായത് നമ്മളൊരു പാസ്വേഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, പാസ്വേഡ് ഒരിക്കലും നമ്മളൊരു Gmail ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ്? ഇത് സിമ്പിൾ പാസ്വേഡ് ആണ്, പാസ്വേഡ് മാറ്റം എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നമ്മൾ ഏത് കോമ്പിനേഷനിലേക്കായിരിക്കും നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്? ഒരു സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ് കോമ്പിനേഷൻ ഏതാണ്? ലെറ്ററും നമ്പറും സ്പെഷ്യൽ ക്യാരക്ടറും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള പാസ്വേഡുകളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ലോ അഡ്രസ്സസ് ഇഷ്യൂസ് ഓഫ് സെക്യൂരിറ്റി ഓൺ ദ ഇന്റർനെറ്റ് ഓൺ ഇന്ത്യ? അല്ലെ, ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇന്റർനെറ്റിന്റെ സെക്യൂരിറ്റി അല്ലെ, സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഏത് ലോ ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ലോ ആണ്? ദ IT Act 2000 അഡ്രസ്സസ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ഓൺ ദ ഇന്റർനെറ്റ് അല്ലെ. IT Act 2000 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർസ്? ഒരു സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ പർപ്പസ് ആവശ്യം എന്താണ് അല്ലെ? സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർ enlarges the text and images on the screen for better visibility അല്ലെ. ചെറിയ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വലുതാക്കി കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്ക്രീൻ മാഗ്നിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ഇംപയർഡ് ഹിയറിംഗ് ടു ലിസൺ ബെറ്റർ? അപ്പോൾ കേൾവിക്കുറവുള്ള ആളുകൾ ഏത് ടൈപ്പ് ഡിവൈസ് ആണ്, മറ്റേതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നതാണ് an assistive listening device, ALD. an assistive listening device is used by the people with impaired hearing അല്ലെ. ഈ കേൾവിക്കുറവുള്ള ആളുകൾ ഈ അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ ബ്രൈലി എംബസർ? ഒരു ബ്രൈലി എംബസറിന്റെ ഫംഗ്ഷൻ എന്താണ്? ബ്രൈലി എംബസർ പ്രിന്റ്സ് ടെക്സ്റ്റ് ഇൻ ബ്രൈലി അല്ലെ. അത് ബ്രൈലി പ്രിന്റർ എന്ന് നമുക്ക് പറയാം അതിന്. ഓക്കെ, ബ്രൈലി പ്രിന്റർ എന്നാണ് ബ്രൈലി എംബസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് എന്ത് ചെയ്യുന്നതാണ്? ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ബ്രൈലിയിൽ പ്രിന്റ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? അത് ചെയ്യുന്നത്. Okay, next, name an app that provides a unified access to multiple government services. Name an app that provides a unified access to multiple government services. അതായത് ഒരുപാട് ഗവൺമെന്റ് സർവീസസിന് നമുക്ക് ഒറ്റൊരു ആപ്പിനുള്ള കയറിയതിന് ഒരുപാട് സർവീസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആപ്പ് എന്ന് പറയുന്നത്? ദ ഉമൻ ആപ്പ് ആണ് അല്ലെ. ദ ഉമൻ ആപ്പ് പ്രൊവൈഡ്സ് ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഗവൺമെന്റ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഗവൺമെന്റ് സർവീസ് ഇന്റർനെറ്റിന്റെ സർവീസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ഇ വേസ്റ്റ് ഈസ് കൺസിഡേർഡ് ഹസാർഡസ്? അതായത് ഈ ഒരു ഇ വേസ്റ്റുകളിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇ വേസ്റ്റുകൾ ഏതൊക്കെയാണ്? മീൻസ് എന്ത്
ഉൾക്കൊണ്ടിട്ടുള്ള ഈ വേസ്റ്റുകളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ അതിലെന്താണ് ഈ വേസ്റ്റ് കണ്ടെയ്നിങ് ഹസാരസ് മെറ്റീരിയൽ ലെഡ്, അതുപോലെ തന്നെ മെർക്കുറി അല്ലെ കാഡ്മിയം ഈസ് ഓക്കെ, അത്തരം മെറ്റീരിയലുകൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര ചെയ്ത് വെച്ചാൽ മതി. മെർക്കുറി ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ വേസ്റ്റുകൾ നമുക്ക് എന്താണ് ഡേഞ്ചർ ആണ് അല്ലെ, അതിൽ പരമാവധി ദോഷം വരുത്തുന്നതാണ് എന്നുള്ള രൂപത്തിൽ എഴുതി വെച്ചാൽ മെർക്കുറി, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡ്രാഗൺ നാച്ചുറലി സ്പീക്കിംഗ് അല്ലെ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് നമ്മുടെ ചാപ്റ്ററിലുണ്ട്, ഡ്രാഗൺ നാച്ചുറലി സ്പീക്കിംഗ് എന്ന ഒരു സോഫ്റ്റ്വെയർ. അതിന്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ ആണ് അല്ലെ, സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ ആണ്. മീൻസ് നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഇറ്റ് അലോ യൂസേഴ്സ് ടു ഡിക്റ്റേറ്റ് ടെക്സ്റ്റ് ആൻഡ് കൺട്രോൾ ദ കമ്പ്യൂട്ടർ ബൈ വോയിസ്. അതായത് നമുക്ക് വോയിസ് കൊണ്ട് കമ്പ്യൂട്ടറിനെ ടെക്സ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫൈൻ ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന രോഗം എന്താണ്, അതിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിസ്ഗ്രാഫിയ ഈസ് എ ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ദ മോസ്റ്റ് ഫൈൻ മോട്ടോർ സ്കിൽ. അതായത് നമ്മുടെ നമ്മുടെ ചെറിയ ചെറിയ പേശികളിൽ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഡിസബിലിറ്റീസ് ആണ് നമ്മുടെ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് എ ബ്രൈലി കീബോർഡ്. ഒരു ബ്രൈലി കീബോർഡിന്റെ റോൾ എന്താണ് നോക്കാം. ബ്രൈലി കീബോർഡ് ആൾവേസ് വിഷ്വലി ഇംപയർഡ് ഇൻഡിവിജ്വൽ ടു ടൈപ്പ് യൂസിംഗ് ബ്രൈലി ക്യാരക്ടേഴ്സ് അല്ലെ. ഒരു ബ്രൈലി കീബോർഡ് എന്ന് പറയുന്നത് വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള, കാണാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൈലി ക്യാരക്ടേഴ്സ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ബ്രൈലി കീബോർഡ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള നോർമൽ ക്യർത്തി കീബോർഡുകൾ പോലെ തന്നെ അവർക്കുള്ള ഒരു ബ്രൈലി കീബോർഡ്സ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡോട്ടുകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ബ്രൈലി കീബോർഡ്സ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ അല്ലെ. നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചത്. നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ ഇസ് എ സിംഗിൾ വിൻഡോ ആക്സസ് പോയിന്റ് ഫോർ ഓൾ ഇ സർവീസസ് പ്രൊവൈഡ് ബൈ ദി ഇന്ത്യൻ ഗവൺമെന്റ്. ഒരു ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇ സർവീസസും അടങ്ങിയിട്ടുള്ള ഒരു പോർട്ടലാണിത് നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നെയിം വൺ സർവീസ് ദാറ്റ് അലൗസ് ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഇൻ ഇന്ത്യ. ഓൺലൈൻ റെയിൽവേ ടിക്കറ്റിംഗ് നമുക്ക് സാധ്യമാക്കി തരുന്ന ഒരു സർവീസ്, ഓൺലൈൻ സർവീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായി നമുക്കറിയാം അല്ലെ, IRCTC ആണ് അല്ലെ. IRCTC എന്ത് ചെയ്യുന്നത്, ടിക്കറ്റ് ബുക്കിംഗിനൊക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത് ഓൺലൈനിൽ നമ്മൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഫിഷിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് അല്ലെ. സൈബർ അറ്റാക്കിൽ വരുന്ന സാധനമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ആൻഡ് വേർ അറ്റാക്കേഴ്സ് ട്രൈ ടു ട്രിക്ക് യൂസേഴ്സ് ഇൻടു പ്രൊവൈഡിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ബൈ പ്രെറ്റൻഡിംഗ് ടു ബി ട്രസ്റ്റ്വർത്തി എൻറ്റിറ്റി. അതായത് ഒരു ഫേക്ക് സാധനം അല്ലെങ്കിൽ എൻറ്റിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതൊരു ട്രസ്റ്റ്വർത്തിയാണ്, വിശ്വസ്തയുള്ള സംഭവമാണെന്ന് വരുത്തി തീർത്തിട്ട് ആളുകളെ പറ്റിക്കുന്ന, ആളുകളെ സ്കാം ചെയ്യുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, PH. ഓക്കെ, അങ്ങനെ അതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൗ ഈസ് എ ക്യാപ്ച യൂസ്ഡ് ഇൻ സെക്യൂരിറ്റി സിസ്റ്റംസ്. നമ്മൾ ചില സൈറ്റുകളൊക്കെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപ്ചകൾ നമ്മൾ ഫിൽ ചെയ്യാറുണ്ട്. സോ ഈ ക്യാപ്ചകൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ സെക്യൂർ ചെയ്യുന്നത്. സോ നോക്കാം. ക്യാപ്ച ഈസ് യൂസ്ഡ് ടു വെരിഫൈ ദാറ്റ് ദ യൂസർ ഈസ് ഹ്യൂമൻ ആൻഡ് നോട്ട് ആൻ ഓട്ടോമേറ്റഡ് ബോട്ട്. Thereby security online system. ഓക്കെ, അതായത് നമുക്കറിയാം ഒരുപാട് ബോട്ടുകൾ ഇപ്പോൾ ഈ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബോട്ടുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്പാം ആയിട്ടുള്ള കാര്യങ്ങളോ അപ്പോൾ ഡൗൺലോഡ്സോ എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ അവർ ചെയ്യിപ്പിക്കാറുണ്ട്. സോ ഈ ഒരു ക്യാപ്ച എന്ന് പറയുന്നത് ഒരു കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണ്, ഇതൊരു ഹ്യൂമൻ തന്നെയാണ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്ചാസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് എൻ അസിസ്റ്റീവ് ടെക്നോളജി. അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ, അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, റെഫേഴ്സ് ടു ടൂൾസ്, സോഫ്റ്റ്വെയർ ഓർ devices that help people with disabilities perform tasks that they might otherwise find difficult. അതായത് ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസിസ്റ്റീവ് ടെക്നോളജി. സോഫ്റ്റ്വെയർസിൽ അസിസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് അസിസ്റ്റീവ് ടെക്നോളജീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്തരം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നമ്മളിതൊരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താഴെ കാണുന്ന നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇനി സെക്കൻഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പിലോട്ട് നോക്കാം. ഏകദേശം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് വരാം. ഓക്കെ, ഇതുപോലെ ചിലപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വരുന്നുണ്ടാവും. ഓക്കെ, കാരണം ഞാൻ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സോഷ്യൽ ടാബ്സ് ഇൻ ആൻ ഇമെയിൽ ബോക്സ്. ഇമെയിലിലെ പ്രൈമറി അതുപോലെ തന്നെ സോഷ്യൽ ടാബ്, 2 ടാബുകൾ നമുക്ക് കാണാം. അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ പ്രൈമറി ടാബ് കണ്ടെയ്ൻസ് ഇമെയിൽ ഫ്രം പേഴ്സണൽ കോൺടാക്ട്സ് while the social tab contains notification from the social networking sites like Facebook and Twitter. അപ്പോൾ ഈ ഒരു പ്രൈമറി ടാബ് എന്ന് പറയുന്നത് എന്താണ്, പേഴ്സണൽ കോൺടാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കുക. ബട്ട് സോഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നുള്ള മെയിലുകളായിരിക്കും അതിൽ കാണിക്കുക. അപ്പോൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ പോലത്തെ കാര്യങ്ങളിലൊന്നുള്ള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് എ വീഡിയോ മാഗ്നിഫയർ അസിസ്റ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ലോ വിഷൻ. ഒരു വീഡിയോ മാഗ്നിഫയർ ഒരു ലോ വിഷൻ ഉള്ള ആളുകളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അത് എന്താണ്, ഒരു വീഡിയോ മാഗ്നിഫൈസ് എന്താണ്, enlarges printed text or images on a screen, making it easier for individual with low vision to read or view details. അഥവാ
കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ മാഗ്നിഫയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂടി എന്ത് ചെയ്യാൻ പറ്റും, ചെറുതായിട്ട് കാണുന്ന സംവിധാനങ്ങൾ വലുതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ ചെറുതായിട്ട് കാണുന്ന ടെക്സ്റ്റുകളൊക്കെ കുറച്ച് വലുതായി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് അറ്റാച്ചിങ് ഫയൽ ടു ആൻ ഇമെയിൽ. ഒരു ഇമെയിലിന്റെ കൂടെ നമ്മൾ ഫയൽ അറ്റാച്ച് ചെയ്യുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ടു അറ്റാച്ച് ദ ഫയൽ ക്ലിക്ക് ഓൺ ദ അറ്റാച്ച് ഓർ പേപ്പർ ക്ലിപ്പ്. ഒരു പേപ്പർ ക്ലിപ്പിന്റെ ഒരു ബട്ടൺ ഉണ്ടാവും, നമ്മൾ അതിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം എന്ത് ചെയ്യാണ്, അതിൽ കമ്പോസ് ഉണ്ട് അല്ലെ. ആ കമ്പോസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൽ എങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത്, ഫസ്റ്റ് കമ്പോസ് എന്നുള്ള അടിക്കും അല്ലെ, എന്നിട്ട് അവിടെ നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് ഇമെയിൽ ഡീറ്റെയിൽസ് അയക്കും. ശേഷമാണ് നമ്മൾ നമ്മുടെ സബ്ജക്ട് എന്താണോ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന് ശേഷം നമ്മൾ ഇമെയിൽ ചെയ്യുന്നത്. പിന്നെ അതിന് കൂടെ നമുക്കൊരു സാധനം അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പിന്നിന്റെ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഫയൽ ഉള്ളത് അതിൽ നിന്ന് പോയിട്ട് നമ്മൾ അതിന് എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ എഴുതേണ്ട കേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആരോ മാർക്ക് ഇട്ട് ചെയ്താൽ മീൻസ് എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു കമ്പോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പോസ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആരോ മാർക്ക് ഇടുക. ശേഷം നമ്മുടെ അറ്റാച്ച് ഫയൽ എന്ന് പറയുന്നതാണ് ഓപ്ഷന്റെ പേര് അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു മോഡൽ ഇങ്ങനെ ഡ്രോ ചെയ്തിടാം. ശേഷം എന്ത് ചെയ്യുക, അതിൽ ഡോക്യുമെന്റ്സ് ആണെങ്കിൽ ഡോക്യുമെന്റ്സ് ഫ്രം കമ്പ്യൂട്ടർ ഫയൽസ് എന്നുള്ള രൂപത്തിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ക്ലിക്ക് എൻ്റർ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഫിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ IT Act 2000 ഇൻ സൈബർ ലോ അല്ലെ. ഈ IT Act 2000 ഇൻ സൈബർ ലോയിലെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ നോക്കാം, ദ IT Act 2000 provides legal recognition to electronic transactions, digital signature and outline penalties ഫോർ സൈബർ ക്രൈംസ് ഇൻ ഇന്ത്യ. അതായത് നമ്മളുടെ എല്ലാ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസും ഒരു ലീഗൽ റെക്കഗ്നീഷൻ കൊണ്ടുവന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ IT Act 2000 എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. IT Act 2000 കീഴിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തിനാണ് എഴുതി കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇതിന് മാർക്ക് കിട്ടുന്നതാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡസ് വാട്സ്ആപ്പ് വെബ് ഫെസിലിറ്റേറ്റ് മെസ്സേജ് ഫ്രം എ ഡെസ്ക്ടോപ്പ്. അപ്പോൾ വാട്സ്ആപ്പ് വെബ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് സഹായകരമാകുന്നത്. നമ്മൾ അതിനെന്ത് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാട്സ്ആപ്പ് വെബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ അല്ലെ സിസ്റ്റത്തിൽ നമ്മൾ വാട്സ്ആപ്പ് വെബ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഒരു QR കോഡ് ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്സ്ആപ്പിൽ കയറിയിട്ട് ലിങ്ക് ഡിവൈസിൽ അല്ലെ ഓപ്ഷൻസിലെ ലിങ്ക് ഡിവൈസിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു QR സ്കാനർ അല്ലെ, ഒരു QR റീഡർ നമുക്ക് എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നേരെ ഡെസ്ക്ടോപ്പിനോട് ഇത് കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ഹൗ അസിസ്റ്റീവ് ടെക്നോളജി എയ്ഡ്സ് ഇൻഡിവിജ്വൽ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ആളുകളെ ഒരു അസിസ്റ്റീവ് ടെക്നോളജി എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നുള്ളത്. ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി സച്ച് ആസ് ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ. ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് മീൻസ് പഠന വൈകല്യമുള്ള ആളുകളെ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അസിസ്റ്റീവ് ടെക്നോളജി സച്ച് ആസ് ടെക്സ്റ്റ് ടു speech software, speech recognition and specialized apps helps in individuals with learning disabilities by providing alternative ways to process information. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് അല്ലെ, എഴുതിയിട്ടുള്ളത് നമുക്ക് വായിച്ച് കേൾപ്പിക്കുകയും അതുപോലെ തന്നെ പറയുന്നത് മനസ്സിലാക്കി എടുക്കുകയും അതായത് നമ്മൾ സ്പീച്ച് ടു ടെക്സ്റ്റ് അല്ലെ, അത്തരം സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ മീൻസ് ആളുകൾക്ക് ചിലർക്ക് വായിക്കാൻ അറിയുന്നുണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ കേട്ടാൽ മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അത്തരം അസിസ്റ്റീവ് ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ഇവരെ ഇതിൽ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ എ ഫയർവാൾ പ്രൊട്ടക്ട്സ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു ഫയർവാൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എ ഫയർവാൾ ബ്ലോക്സ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ഓർ ഫോം പ്രൈവറ്റ് നെറ്റ്വർക്ക് പ്രൊട്ടക്ടിംഗ് ദ സിസ്റ്റം ഫ്രം പൊട്ടൻഷ്യൽ സൈബർ ത്രെറ്റ്സ്. എന്ത് ചെയ്യുന്നു, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയോ അതല്ലാന്നുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ആക്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫയർവാൾസ് ബ്ലോക്ക് ചെയ്യുന്നു. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സൈബർ ത്രെറ്റ്സ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സൈബർ ത്രെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇത് ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർ. സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തായിരുന്നു നമുക്കറിയാം. സ്ക്രീൻ മാഗ്നിഫിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻഡിവിജ്വൽ വിത്ത് ലോ വിഷൻ ബൈ എൻലാർജിംഗ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ, ടെക്സ്റ്റ് ഇമേജ് എന്താണ് എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. സോ അത്തരം സംവിധാനമാണ് അതിൽ ചെയ്യുന്നത്. ഓക്കെ, അതിന് ടെക്സ്റ്റ് ഇമേജിന് എന്ത് വലുതാക്കി കാണിച്ചു കൊടുക്കുന്നത് സ്ക്രീൻ മാഗ്നിഫൈസ് അല്ലെ. മാഗ്നിഫൈ എന്ന് പറയുന്നത് ലെൻസുകളാണ്, സ്ക്രീൻ ലെൻസുകൾ നമുക്ക് അതിനെ പറയാം. Next, describe 2 features of an ALD, assistive learning device. ALDയുടെ 2 ഫീച്ചേഴ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, 2 പ്രത്യേകതകൾ. സോ ALD ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്, ALD ആംപ്ലിഫൈ സൗണ്ട് ഡയറക്ട്ലി ഇൻ ടു ദ ഇയർ. അതായത് ചെവിയിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ആ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. മീൻസ് ഒന്നുകൂടി ശബ്ദത്തിൽ കേൾപ്പിച്ചു കൊടുക്കുന്നു. മീൻസ് ശബ്ദ കേൾവിക്കുറവുള്ള ആളുകൾക്കാണല്ലോ എന്ത് ചെയ്യുന്നത്, ഈ ALD വെക്കുന്നത് അല്ലെ, അസിസ്റ്റ് ലിസണിംഗ് ഡിവൈസസ് വെക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആദ്യം ചെയ്തതിനു ശേഷം റെഡ്യൂസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അല്ലെ, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള മറ്റ് ശബ്ദങ്ങൾ കുറച്ചിട്ട് സംസാരിക്കുന്ന ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു, നമ്മുടെ ചെവിലോട്ട് കറക്റ്റ് കൊടുക്കുന്നു. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് ഹിയറിംഗ് എയ്ഡ്സ് ഇംപ്രൂവ് ഹിയറിംഗ് ഇൻ നോയ്സി എൻവയോൺമെന്റ്. അതായത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹിയറിംഗ് നോയ്സി എൻവയോൺമെന്റ്സിൽ അല്ലെ, നമുക്ക് ഈ ചുറ്റുപാടുള്ള ശബ്ദമല്ലെങ്കിൽ മീൻസ് കൂടുതൽ ശബ്ദമുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാനുള്ള എയ്ഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ALD അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ ബ്രൈലി ട്രാൻസ്ലേറ്റർ അസിസ്റ്റ് ദ വിഷ്വലി ഇംപയർഡ് അല്ലെ.
കാണാൻ കഴിയാത്ത ആളുകളെ ഒരു ബ്രൈലി ട്രാൻസ്ലേറ്റർ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ബ്രൈലി ട്രാൻസ്ലേറ്റർ കൺവേർട്ട് ടെക്സ്റ്റ് ടു ബ്രൈലി അല്ലെ? ബ്രൈലി ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യുന്നത് നോർമൽ ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ബ്രൈലിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അതെന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ക്യാൻ ബി പ്രിന്റഡ് ഓൺ ഡിസ്പ്ലേഡ്. അത് നമുക്ക് പ്രിന്റ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കണ്ടന്റ് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാൻ പറ്റും. ബ്രൈലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കും വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ലാംഗ്വേജ് ആണ്. സോ അതിനെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് അത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒന്നാമത് നോക്കാം. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ. സോ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് നോക്കാം. സൈബർ സെക്യൂരിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ പ്രൊട്ടക്ടിംഗ് പേഴ്സണൽ ഡാറ്റ. ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് തയ്യാറാക്കിയുള്ള എന്തിനാണ്? ഒരു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അതാരൊക്കെയാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസുകൾ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ ഹാക്കിങ്ങും അതുപോലെ തന്നെ നമ്മളൊരു വ്യക്തി എന്താണ് നമ്മളാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ടും അതിനൊക്കെ ഒരു പെനാൽറ്റീസും ലീഗലായിട്ടുള്ള ശിക്ഷകളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? സൈബർ സെക്യൂരിറ്റി നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറ്റ് എൻഷ്യൂർസ് ദ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അല്ലെ? നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു കോൺഫിഡൻഷ്യൽ നൽകാൻ വേണ്ടിയിട്ടില്ല, ഒരു സ്വകാര്യത നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സംവിധാനം ഇത് എൻഷ്യൂർ ചെയ്ത് ആ സ്വകാര്യത ഇത് വാഗ്ദാനം മീൻസ് എൻഷ്യൂർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഹൗ സ്കൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. സ്കൈപ്പ് നമുക്ക് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്തേക്കാലോ, മലയാളത്തിൽ നമുക്ക് ആൻസർ ചെയ്യാലോ. അപ്പോൾ സ്കൈപ്പ് നമുക്ക് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ സ്കൈപ്പ് എന്താ ചെയ്യാറുള്ളത് അല്ലെ? സ്കൈപ്പിൽ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നു അല്ലെ? ആ ലിങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അല്ലെ ഒരാൾക്ക് ട്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മീറ്റിംഗ് പ്ലേസ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്ക് ആ വിദ്യാർത്ഥികൾ അതിലൂടെ ക്ഷണിക്കാൻ പറ്റും അല്ലെ? മീറ്റിംഗ് ID വെക്കാം, പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിലൂടെ കയറാൻ പറ്റത്തുള്ളൂ. ആ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ഈ സ്കൈപ്പിൽ നമുക്ക് സ്ക്രീനുകൾ ഷെയർ ചെയ്യാം, ഇമേജസ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഷെയർ ചെയ്തിട്ട് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കാം. സ്കൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വിർച്വൽ ക്ലാസ് റൂം കണക്ടിംഗ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻ അല്ലെ? ലൊക്കേഷൻ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെ? എവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇന്റർനെറ്റ് മുഖാന്തരം കണക്ട് ചെയ്യാം സ്കൈപ്പിലൂടെ അല്ലെ? ക്ലാസ് റൂം സെറ്റിംഗ്സിൽ നമുക്ക് അതിലൂടെ ചെയ്യാവുന്നതാണ്. ഇസ് കണ്ടക്ടിംഗ് ഇന്റർവ്യൂസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കൊളാബറേറ്റീവ് പ്രോജക്ട്സ് ആൻഡ് ലാംഗ്വേജ് എക്സ്ചേഞ്ചസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ ന്യൂ മെയിൽ അക്കൗണ്ട് യൂസിംഗ് ജിമെയിൽ. അപ്പൊ ന്യൂ ഒരു ഇമെയിൽ അക്കൗണ്ട് ജിമെയിൽ ഉപയോഗിച്ച് ന്യൂ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. കണ്ടോ? ഓപ്പൺ എ വെബ് ബ്രൗസർ ആൻഡ് ഗോ ടു www.gmail.com. then click on a create account and fill the required information such as name, username and password. or അതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിക്കും, ഫോർ മൈ സെൽഫ് ഓർ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണുള്ളത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ കൊടുക്കാം. പിന്നെ വെരിഫൈ യുവർ ഫോൺ നമ്പർ ആൻഡ് അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഓക്കെ, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക. പിന്നെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അത് അഗ്രി ചെയ്യുന്നതായിട്ടുണ്ടായിരിക്കും. യുവർ ന്യൂ ജിമെയിൽ അക്കൗണ്ട് ടു ബി വിൽ ബി ക്രിയേറ്റഡ്. ഓക്കെ, നമ്മുടെ ന്യൂ ജിമെയിൽ അക്കൗണ്ട് ആ രൂപത്തിൽ ക്രിയേറ്റ് ആവും. യൂസർ നെയിം ഒക്കെ നമ്മൾ യൂണിക്ക് കൊടുക്കേണ്ടി വരും. സെയിം യൂസർ നെയിം ആണെന്നുണ്ടെങ്കിൽ അവർ സ്വീകരിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ് ഇ വേസ്റ്റ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ് അല്ലേ, നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഇത് എങ്ങനെയാണ് ഈ റീസൈക്ലിംഗ് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? അതുപോലെ അതിന്റെ എൻവയോൺമെന്റ്, അതിന്റെ പരിസ്ഥിതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് അല്ലെ? റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. റീസൈക്ലിംഗ് ഇ വേസ്റ്റ് ഇൻവോൾവ്സ് കളക്ടിംഗ്, ഡിസ്മാന്റ്ലിംഗ് ആർ പ്രോസസിംഗ് ഓൾഡ് ഇലക്ട്രോണിക് ടു റിക്കവർ വാല്യൂബിൾ മെറ്റീരിയൽസ് ലൈക്ക് മെറ്റൽ അല്ലെ? അപ്പോൾ നമ്മൾ പഴയ സാധനത്തിൽ നമുക്ക് എന്ത് ഒരുപാട് മെറ്റൽസ് കിട്ടും, നല്ല നല്ല പ്ലാസ്റ്റിക്കുകളൊക്കെ കിട്ടും അല്ലെ? ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെറ്റൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് റീയൂസ് നടത്താൻ പറ്റും അല്ലെ? ആ ഒരു മെറ്റൽസ് തന്നെ. ശേഷം ദിസ് റെഡ്യൂസസ് ദി എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ഇ വേസ്റ്റ് ആൻഡ് പ്രിവെന്റ്സ് ഹസാർഡസ് സബ്സ്റ്റൻസ് ഫ്രം പൊള്യൂട്ടിംഗ് ദി എൻവയോൺമെന്റ്. ഇറ്റ് കൺസേർവ്സ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നതോടുകൂടി അല്ലെ, നമ്മൾ ഈ കേട് വന്നതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിന് വീണ്ടും മറ്റൊരു പ്രൊഡക്റ്റിലോട്ട് ചേർത്തിട്ട് മീൻസ് നമുക്ക് അതിന് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റുകളുടെ എണ്ണം അവിടെ കുറയും. മാത്രമല്ല അത് പാരിസ്ഥിതികമായിട്ട് നമുക്ക് വളരെ മെച്ചമുള്ള ഒരു കാര്യം കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിംഗ് ഡിജിലോക്കർ ഫോർ സ്റ്റോറിംഗ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ഡിജിലോക്കർ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ പോലീസ് ചെക്കിങ്ങിൽ വരികയാണ്. പോലീസ് ചെക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ കൈ കാണിച്ചു, നമ്മളാണെന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ലൈസൻസ് എടുത്തിട്ടില്ല, നമ്മുടെ വണ്ടിയുടെ പേപ്പർ എടുത്തിട്ടില്ല, ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്തായാലും പോലീസിന് എന്ത് ചെയ്യില്ല, വീട്ടിലേക്ക് പോയിട്ട് ഞാൻ എടുത്തു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പൊതുവെ സമ്മതിക്കാറില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു പറ്റി നമ്മൾ അടക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഡിജിലോക്കർ നമ്മൾ ഓൾറെഡി കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിജിലോക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിലോക്കറിൽ എന്തുണ്ടായിരിക്കും? ഈ ഒരു ഡോക്യുമെന്റ് ഓൾറെഡി അപ്ലോഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. സോ നമുക്ക് അത് എടുത്തിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പൊ അത്തരം ഉപയോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം ബെനിഫിറ്റുകൾ നമുക്ക് എന്തുണ്ട്? ഡിജിലോക്കറിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്.
Okay, next, how can hearing aids ALDs improve the quality of the life individual with hearing impairment? അപ്പോൾ നമ്മളൊന്ന് അസിസ്റ്റീവ് ലേണിംഗ് ഡിവൈസസ് അല്ലെ അവർക്ക് ആ ഒരു അതായത് ഒരു അസിസ്റ്റീവ് ലേണിംഗ് ഡിവൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസുകൾ അഥവാ ഹിയറിംഗ് എയ്ഡ്സ് അതൊരു കേൾവിക്കുറവുള്ള ആളുകളെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം മാറ്റങ്ങളാണ് അതിൽ നിന്ന് അവരുടെ ലൈഫിനെ എത്രത്തോളം അത് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ചാലു ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓൾറെഡി കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഇതുപോലത്തെ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. അത് അയാളുടെ കോൺഫിഡൻസിന് നല്ലോണം ബാധിക്കുന്നുണ്ട്, മീൻസ് കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. അതിലേക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. റൈറ്റ്, അതൊക്കെ അയാളുടെ ലൈഫിനെ തന്നെ മാറ്റും. അല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആ രീതിയിൽ അതിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്താണ് എക്സാം ആൻസർ കൊടുത്തിട്ടുള്ളത് നോക്കാം. സോ ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് ALDs enhances the ability to hear by amplifying sound. അല്ലെ, സൗണ്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കേൾക്കാനുള്ള സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്, ഹിയറിംഗ് എയ്ഡ്സ് തരുന്നത്. സൗണ്ടിന്റെ റിയൽ സൗണ്ടിനെ കുറച്ചിട്ട് കൂട്ടിയിട്ട് അല്ലെ, റെഡ്യൂസിംഗ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചിട്ട് ആൻഡ് ഇംപ്രൂവ് ദ സ്പീച്ച് ക്ലാരിറ്റി. എന്താണ് പറയുന്നത്, സ്പീച്ച് ക്ലാരിറ്റി ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ കാണിക്കുന്നത്. വിച്ച് ഹെൽപ്സ് ഇൻഡിവിജ്വൽ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഫുള്ളി സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം നോർമൽ ആയ പോലെയാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാധാരണ പോലെ എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ ചെയ്യാൻ പറ്റും. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ ആക്ടിവിറ്റീസിലൊക്കെ അവർക്ക് പങ്കെടുക്കാൻ പറ്റും. ഇത് അവരുടെ ഡെയിലി ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഓക്കെ, മാറ്റുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, explain the different types of disabilities and provide examples of assistive tools for each. Okay, അപ്പോൾ different types of ഡിസബിലിറ്റീസ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അസിസ്റ്റീവ് ടൂൾസ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വിഷ്വൽ ഇമ്പയർമെന്റ് ആണ്, കാഴ്ചക്കുറവുള്ള സ്ക്രീൻ റീഡേഴ്സ്, ബ്രൈലി കീബോർഡ്സ് അല്ലെ, ഹിയറിംഗ് ഇമ്പയർമെന്റ്, ഹിയറിംഗ് എയ്ഡ്സ്, അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസ്, ഫിസിക്കൽ ഡിസബിലിറ്റീസ്, വീൽ ചെയർസ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് കീബോർഡ്സ്, കോഗ്നിറ്റീവ് ഡിസബിലിറ്റി, സ്പീച്ച് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ, ടെക്സ്റ്റ് സ്പീച്ച് സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഈ ഒരു 12ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ, അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് കാണാറുണ്ട്. അതിൽ നമ്മുടെ ഡെയിലി ലൈഫ് റിലേഷൻ ആ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എന്തായിരിക്കും ആ ഒരു ഭാഗത്ത് അത് വെച്ചിട്ടായിരിക്കും അതിൽ നിന്ന് ചോദിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ യൂസ് ഓഫ് NROER ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താണ് നോക്കാം. ഈ ഒരു NROER എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അത് സ്റ്റുഡൻസിനും എഡ്യൂക്കേറ്റേഴ്സിനും എങ്ങനെയാണ് അത് ഉപകാരപ്രദമാകുന്നത്. സോ NROER എന്ന് പറയുന്നത് മീൻസ് ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾ തന്നെ പഠിച്ചത് എന്താണ്, നാഷണൽ റിപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു വൈഡ് റേഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് കോഴ്സ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് സബ്ജക്ട് ആയിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ളതൊക്കെ ഒരു എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോർട്ടൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് അധ്യാപകർക്കുള്ള ലെവലിലായിക്കോട്ടെ, സ്റ്റുഡൻസിനുള്ള ലെവലായിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അതിന്റെ വീഡിയോസ് ആയിക്കോട്ടെ, ഇന്ററാക്റ്റീവ് കണ്ടന്റ് ആയിക്കോട്ടെ, ഏത് സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട് അത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്കസ് ദ റോൾ ഓഫ് സ്ക്രീൻ റീഡേഴ്സ് ഇൻ മേക്കിംഗ് ഡിജിറ്റൽ കണ്ടന്റ് ആക്സസിബിൾ. ഒരു സ്ക്രീൻ റീഡേഴ്സിന്റെ മീൻസ് ഡിജിറ്റൽ കണ്ടന്റ് ആക്സസ് ചെയ്യുന്നതിൽ ഒരു സ്ക്രീൻ റീഡേഴ്സിന്റെ പങ്ക് എത്രത്തോളമാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സ്ക്രീൻ റീഡേഴ്സ് കൺവേർട്ട് ടെക്സ്റ്റ് ഇൻ സ്പീച്ച് ഓർ ബ്രെയിലി അതോ വിഷ്വലി ഇംപയർഡ് യൂസേഴ്സ് ആക്സസ് ഡിജിറ്റൽ കണ്ടന്റ്സ്. ഓക്കെ, അതായത് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്തിന്റെ ആവശ്യമില്ല, ഈ ഒരു സ്ക്രീൻ റീഡേഴ്സിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. പക്ഷെ ഈ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് സ്ക്രീൻ റീഡേഴ്സ് വെക്കുന്നത് കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ കണ്ടന്റ്സ് നോർമലി ആളുകളെ പോലെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിനിപ്പോൾ എന്ത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഡോക്യുമെന്റ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പുള്ള സംവിധാനം ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഈസായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ ഒരു കണ്ടന്റ് ഡിജിറ്റൽ കണ്ടന്റ് ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ ദെയർബൈ എനേബിളിംഗ് ഈക്വൽ ആക്സസ് ടു ഇൻഫർമേഷൻ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആക്സസ് കൂടി അതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് eLiquids വെൻ കമ്പോസിംഗ് എ മെയിൽ. നമ്മൾ eLiquids നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മളെ ഒരു ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഏതൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇമെയിൽ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു eLiquidsന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ, അപ്പോൾ ഈ ഒരു അതെന്തൊക്കെയായിരിക്കും, നമ്മൾ ഇമെയിൽ നമ്മൾ ഒരു പ്രോസസ് ഉണ്ട് ചെയ്യുന്നതിനായിട്ടുള്ള അല്ലെ, എന്തൊക്കെ നമ്മൾ ആർക്കാണ് അയക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. സോ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാലാണ് മീൻസ് ആർക്കാണ് അയക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ ഒരു eLiquids നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇമെയിൽ നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹയർ ഉദ്യോഗസ്ഥന് നമ്മൾ മെയിൽ അയക്കുന്നതും നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ മെയിൽ അയക്കുന്നത് നമ്മൾ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ലെറ്ററിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ നമുക്ക് മെയിലിനാണെങ്കിൽ നമുക്ക് രൂപത്തിൽ പറയാം, ഫോർമൽ മെയിൽസ്, ഇൻഫോർമൽ മെയിൽസ് എന്നൊക്കെ അല്ലേ. അപ്പോൾ അവിടേക്ക് എന്തുണ്ട്, രണ്ട് രീതിയിലാണ് നമ്മൾ അയക്കുന്നുണ്ടായിരിക്കുക. സോ അതൊക്കെയാണ് നമ്മുടെ eLiquidsലൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. സോ നമ്മളത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഏത് രീതിയിലാണോ ഇമെയിൽസ് കമ്പോസ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ഇമെയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻ കൂടി അവസാനം ചർച്ച ചെയ്യാനുള്ളത്, ആ ഒരു ഭാഗം കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എലാബറേറ്റ് ദ സ്റ്റെപ്സ് ആൻഡ് പ്രീക്കോഷൻസ് നെസസറി ഫോർ സെക്യൂറിംഗ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സെക്യൂർ ചെയ്യാനുള്ള ഒരു പ്രീക്കോഷൻസ് അല്ലെ, ഒരു പ്രീക്കോഷൻസ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
Elaborate on the steps and precautions necessary for securing a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. സ്റ്റെപ്പുകളും മുൻകരുതലുകളും ആണ് പ്രീക്കോഷൻസ് അല്ലെ, അതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഒന്നെന്താണ് യൂസ് എ സ്ട്രോങ് പാസ്വേഡ് അല്ലെ ഒരു സിസ്റ്റം. നമുക്ക് സ്ട്രോങ് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻസ്റ്റാൾ ആൻഡ് അപ്ഡേറ്റ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് അല്ലെ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് എനേബിൾ എ ഫയർവാൾ, ഒരു ഫയർവാൾ നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക, നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് കൃത്യമാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കീപ് സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് അല്ലെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് അവോയ്ഡ് ഫിഷിംഗ് സ്കാംസ് അല്ലെ, ഫിഷിംഗ് സ്കാംസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ബാക്കപ്പ് ഡാറ്റ റെഗുലർലി, ഡാറ്റ എപ്പോഴും റെഗുലറായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, 5 മാർക്കിനൊരു ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 പോയിന്റ് എഴുതി വെച്ചോളൂ. ഓക്കെ, പൊതുവെ ഞാൻ പറഞ്ഞു 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പൊ നിങ്ങൾ ഒരു 5-6 പോയിന്റ് 7 പോയിന്റ് എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ദ റോൾ ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി ഇൻ പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ ടു സ്റ്റുഡന്റ് വിത്ത് ഡിസബിലിറ്റീസ്. ഇത് നിങ്ങൾക്ക് ഒരു എസ്സേ പോലെ വേണം എഴുതി വെക്കാം. ഈ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ദ റോൾ ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി അല്ലെ, ഒരു അസിസ്റ്റീവ് ടെക്നോളജിയുടെ റോള്, പ്രാധാന്യം എന്തിൽ, പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ വൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൽ അസിസ്റ്റീവ് ടെക്നോളജി ചെലുത്തുന്ന സ്വാധീനം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാം അല്ലെ. ഇപ്പൊ കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് കാഴ്ചയിലെ വിഷ്വൽ എയ്ഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പഠനത്തിൽ ഇമ്പ്രൂവ് ആകാൻ പറ്റും അല്ലെ. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം അല്ലെ. ഒരേപോലെ ഒരേ ആൾ മീൻസ് നോർമൽ ആയിട്ടുള്ള ആളുകളെ പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാഴ്ചയിൽ കാണാൻ പറ്റും, എഴുത്ത് വായിക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ തീരെ കാഴ്ചയുള്ള ആളുകൾക്ക് ബ്രെയിലി സംവിധാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കും എഴുത്തുമാണ്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് റോൾ ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി പ്രൊവൈഡ് എഡ്യൂക്കേഷൻ സ്റ്റുഡന്റ് വിത്ത് ഡിസബിലിറ്റീസ് അല്ലെ. ഒരു ഡിസേബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഏത് രൂപത്തിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റും അല്ലെ. എന്താണ്, നമുക്ക് ഓരോ വിദ്യാർത്ഥികളുടെ പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ടൂൾസ് കിട്ടുന്ന പ്രകാരം ഓൾറെഡി അവർ വികലാംഗരാണ്, ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണ്, അവർക്ക് പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ടൂൾസ് കിട്ടുന്ന പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ സ്റ്റുഡൻസുകളെ പോലെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും അല്ലെ. എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കാഴ്ച കുറവുള്ള ആളാകുന്നത് കൃത്യമായിട്ട് കാഴ്ച കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി കേൾവി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറവായിട്ടുള്ള ഭാഗങ്ങളിൽ അവർക്ക് അസിസ്റ്റീവ് ടൂൾസ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇ വേസ്റ്റ് മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇ-വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദ മോഡേൺ വേൾഡ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ്, നമ്മൾ പ്രീവിയസ് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ. മോഡേൺ വേൾഡിൽ നമ്മൾ ഇ-വേസ്റ്റ് മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, നമുക്ക് അല്ലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഒരുപാട് കുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യുന്നതിനോട് കൂടി നമുക്ക് ഒരുപാട് മെറ്റീരിയൽ അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ. നെക്സ്റ്റ് നോക്കാം. ഡിസ്ക്രൈബ് ഹൗ നെഫ്റ്റ് ആൻഡ് UPI ആർ ട്രാൻസ്ഫോമിംഗ് ഇൻടു ബാങ്ക് സെക്ടർ ഇൻ ഇന്ത്യ. നെഫ്റ്റ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. UPI എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് അല്ലെ. UPI ഫുൾ ഫോം ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നെഫ്റ്റും UPI എന്ന് പറയുന്നത്, നെഫ്റ്റ് എന്ന് പറയുന്നത് ഇന്റർ ബാങ്കുകൾ തമ്മിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് സിമ്പിൾ ആക്കി തരുന്നുണ്ട് അല്ലെ. നെഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ബാങ്കുകൾ തമ്മിൽ. ഇനി UPI ആണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ ആളുകൾക്ക് മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് UPI സംവിധാനം എന്ന് പറയുന്നത്. സോ ഇത് കടന്നു വന്നത് കൂടി ഇത് വന്നത് കൂടി നമുക്ക് ഈ മണി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പൈസയുടെ ഉപയോഗം നമുക്ക് ഒരുപാട് സുഗമമായിട്ടുണ്ട് അല്ലെ. എപ്പോഴും ബാങ്കിനെ ആശ്രയിക്കുന്ന സംവിധാനം നമുക്ക് ഇല്ല. അതുപോലെ തന്നെ ക്യാഷിന്റെ സംവിധാനം നമുക്ക് മീൻസ് ഫിസിക്കൽ ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസസ് ഓൺ മോഡേൺ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസസ് അല്ലെ. അപ്പോൾ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസ് എന്ന് പറയുന്നത് മോഡേൺ കാലഘട്ടത്തിൽ, ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസസിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്, ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രാധാന്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ആണ്. സോഷ്യൽ മീഡിയാസിൽ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയകൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ എന്ത് നടക്കുന്നുണ്ടോ, എന്ത് മോശം കാര്യങ്ങളായിക്കോട്ടെ, എന്ത് നല്ല കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ പെട്ടെന്ന് അറിയുന്നത് ഇതുപോലെ ഇൻസ്റ്റന്റ് മെസ്സേജ് സർവീസ് പ്രകാരമാണ്. മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തുകൂടെ പറ്റുന്നുണ്ട്, ഈ മൾട്ടിമീഡിയ ഷെയറിംഗ്. നമ്മൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൾട്ടിമീഡിയ ഷെയറിംഗ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റന്റ് മെസ്സേജ് സർവീസ് നമുക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, ഇപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ് ആരും എത്ര ദൂരമാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് അതിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതാണ് ആ ഒരു ഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. എക്സ്പ്ലെയിൻ ഹൗ സൈബർ ലോ പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഫ്രം സൈബർ ക്രൈംസ്. അപ്പോൾ ഒരു സൈബർ ലോ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയാണ് സൈബർ ക്രൈമിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം നമ്മുടെ സൈബർ ലോ എന്ന് പറയുന്നത് IT Act 2000 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇന്ത്യയിലെ IT Act 2000 ആണ്. അപ്പൊ അതിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് സംഭവിച്ചു, നമ്മുടെ ഐഡി മറ്റൊരാൾ മോഷ്ടിച്ചിട്ട് അത് നമ്മളാണെന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, പൈസ ചോദിക്കുക ചെയ്യുന്ന പരിപാടി. നെക്സ്റ്റ് ഓൺലൈൻ ഫ്രോഡ് നമുക്ക് സംഭവിച്ചു, അതിൽ ഡാറ്റ ബ്രീച്ച് ചെയ്തു, ഒരാൾ നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തു. ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് IT ആക്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം. സോ ആ ഒരു സംവിധാനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സൈബർ ലോ നമുക്ക് തന്നിട്ടുള്ളത്. അല്ല, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇലീഗലായിട്ട് പോകാൻ പറ്റില്ല, ഈ ഒരു ലോ ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ്
ഈ ഒരു ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ സൈബർ ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിതമായിട്ടുള്ള അല്ലെ എസ്റ്റാബ്ലിഷിംഗ് ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഗൈഡ് ലൈൻ പ്രകാരം ഇതെന്ത് എല്ലാ ട്രാൻസാക്ഷനും നടക്കണം എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ ഒരു സൈബർ ലോ പറയുന്നുണ്ട്. അത് ബ്രീച്ച് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള പെനാൽറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ്. സോ നമ്മൾ ഒരു 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ബേസിക് കമ്പ്യൂട്ടിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേസിക് കമ്പ്യൂട്ടിംഗിന്റെ ഒരു സീരീസ് നമ്മൾ ഇതോടെ തീരെയാണ്. നമ്മുടെ ബേസിക് കമ്പ്യൂട്ടിംഗിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു PPT നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ കാര്യം ചോദിക്കാം. അവർ നമ്മുടെ ടീം കൃത്യമായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, നാറ്റമിയുടെ കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ നാറ്റമി ഏത് സമയം എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ കൂടെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.